കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഗലാത്യ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്ക് ഒരു വചനം കാണാൻ കഴിയുന്നത്, ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല എന്ന് ബൈബിൾ വ്യക്തമായി പറയുന്നു. ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും നീതീകരിക്കപ്പെടുകയില്ല. ദൈവസന്നിധിയിൽ മനുഷ്യൻ നീതിമാനാകുന്നത് എങ്ങനെയാണെന്ന് ബൈബിൾ വളരെ എടുത്ത് പരിശോധിച്ച് പഠിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നു. അതിനാധാരമായിട്ട് വായിക്കുന്ന ഒരു പുസ്തകം റോമാലേഖനം 5-ാം അധ്യായം 1-ാമത്തെ വാക്യമാണ്. ദൈവം എങ്ങനെയാണ് മനുഷ്യനെ നീതീകരിക്കുന്നത്? ന്യായപ്രമാണം അനുസരിക്കുന്നത് കൊണ്ടാണോ മനുഷ്യൻ ദൈവത്തെ നീതീകരിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ ന്യായപ്രമാണം അനുസരിക്കുന്നതിന് മാത്രമേ മനുഷ്യൻ നീതീകരിക്കപ്പെടുകയുള്ളൂ? എങ്ങനെയാണ് മനുഷ്യൻ ദൈവത്തെ നീതീകരിക്കപ്പെടുന്നത്? ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികൾ ചെയ്യുന്നത് മൂലമാണോ മനുഷ്യൻ കർത്താവിന്റെ സന്നിധിയിൽ നീതിമാന്മാരാകുന്നത്? ക്രിസ്തുവിൽ വിശ്വസിക്കുന്നത് മൂലമാണോ? ബൈബിൾ പറയുന്നത് ക്രിസ്തുവേശുള്ള വിശ്വാസത്താൽ നമുക്ക് നീതീകരണം സംഭവിക്കുന്നതാണ്. റോമാലേഖനം 5-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ അതിവിടെ കാണാൻ കഴിയുന്നു, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമുക്ക് കർത്താവായ യേശു ക്രിസ്തു മൂലം ദൈവത്തോട് പൂർണ്ണ സമാധാനം ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് പൂർണ്ണ സമാധാനം കിട്ടുന്നത്? വിശ്വാസത്താൽ. ആരുള്ള വിശ്വാസത്താൽ? ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ മനുഷ്യൻ ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നു. അത് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയല്ല. ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി, ന്യായപ്രമാണം എന്ന് പറഞ്ഞാൽ ദൈവം മോശയ്ക്ക് കൊടുത്ത പഴയ നിയമ കൽപ്പനകൾ. അതിനകത്ത് 10 കൽപ്പനകളും 613 നിയമങ്ങളും. അത് ആചരിപ്പാൻ ഭൂമിയിലെ ഒരു മനുഷ്യനും സാധിച്ചിട്ടില്ല. ന്യായപ്രമാണം പൂർത്തീകരിച്ച ഒരു വ്യക്തിയും ബൈബിളിലില്ല. എല്ലാവരും നമുക്ക് കുറിച്ച് പഠിച്ചു. യോശുവയെ കുറിച്ച് പഠിക്കുകയാണെങ്കിലും, അബ്രഹാമിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിലും, യോസേഫിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിലും, യാക്കോബിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിലും, അവരെല്ലാവരും ന്യായപ്രമാണം പൂർത്തീകരിക്കാൻ കഴിയാതെ അതിൻ്റെ മുമ്പിൽ തോറ്റവരാണ്. എന്നാൽ ന്യായപ്രമാണത്തിന്റെ ജയമെടുത്ത ഒരേ ഒരു വ്യക്തി അത് ക്രിസ്തുവാണ്. അർത്ഥാൽ ഈ ബൈബിൾ മുഴുവനും ഈ ദൈവം കൊടുത്ത മോശയ്ക്ക് കൊടുത്ത 10 കൽപ്പനയും 613 നിയമങ്ങളും പ്രമാണിച്ച ഒരേ ഒരു വ്യക്തിയുള്ളൂ, അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ആ ക്രിസ്തുവിനുള്ള വിശ്വസിക്കുമ്പോൾ, ആ ക്രിസ്തുവിനെ ഞാൻ സ്വീകരിക്കുമ്പോൾ, ആ ക്രിസ്തുവിന്റെ ആത്മാവിന്റെ സഹായത്താൽ എനിക്ക് ഈ കൽപ്പന എല്ലാം അനുസരിക്കും, അല്ലെങ്കിൽ ഇത് പാലിക്കുവാൻ കഴിയും. അതാണ് യഥാർത്ഥത്തിലുള്ള ദൈവകൃപ എന്ന് പറയുന്നത്. അതുകൊണ്ട് ബൈബിൾ പറയുന്നത്, ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ലയോ? ഇല്ലല്ലോ. ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയിൽ പലരും ആശ്രയിക്കുന്ന കാലമാണ് ഈ കാലം. ന്യായപ്രമാണം എന്ന് പറഞ്ഞാൽ ധർമ്മശാസ്ത്രം, ന്യായം, അതായത് പ്രവൃത്തികളിലെ ഒരു പ്രമാണം. ഇതെല്ലാം പ്രവർത്തിച്ചാൽ, പഴയ നിയമം വായിക്കുമ്പോഴെല്ലാം നമുക്ക് കാണാൻ കഴിയുന്നൊരു കാര്യം, നിങ്ങൾ ഈ കൽപ്പനയെല്ലാം അനുസരിച്ചാൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കാം എന്നാണ് ബൈബിൾ പറയുന്നത്, ദൈവം പറയുന്നത്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പറയുന്നത്, ആരെങ്കിലും ക്രിസ്തുവിനെ വിശ്വസിച്ചാൽ അവർക്ക് നീതീകരണമുണ്ട്, അവർക്ക് നിത്യജീവൻ കിട്ടും. ആരെങ്കിലും ക്രിസ്തുവിനെ ഈ പുതിയ നിയമകാലത്ത് ക്രിസ്തുവിനെ അംഗീകരിച്ചാൽ, മനസ്സിൽ ഹൃദയത്തിൽ കർത്താവ് രക്ഷകനുമായി സ്വീകരിച്ചാൽ അവർക്ക് എന്തുണ്ടെന്ന് പറയുന്നത്? നീതീകരണമുണ്ട്. അത് വിശ്വാസത്താൽ സംഭവിക്കുന്ന കാര്യമാണ്. അപ്പോൾ ന്യായപ്രമാണം എന്ന് പറഞ്ഞാൽ പ്രവൃത്തികളുടെ ഒരു പുസ്തകമാണ് ന്യായപ്രമാണ പുസ്തകം. അതനുസരിച്ചില്ലെങ്കിൽ എന്താണ്? മരണശിക്ഷ, ദണ്ഡനമുണ്ട്, അല്ലെങ്കിൽ ശിക്ഷാവിധിയുണ്ട്. അതേ രീതിയിൽ ക്രിസ്തുവിനെ വിശ്വസിച്ചില്ലെങ്കിൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ മനുഷ്യൻ ശിക്ഷാവിധിയുണ്ട്. അതുകൊണ്ട് ബൈബിൾ പറയുന്നത്, ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് യാതൊരു ശിക്ഷാവിധിയും ഇല്ലല്ലോ. അപ്പോൾ ക്രിസ്തുയേശുവിൽ നമ്മൾ വിശ്വസിക്കാതെ നമ്മുടെ സ്വന്തം പ്രവൃത്തികളിൽ നാം ആശ്രയിച്ച് ദൈവത്തിലേക്ക് അടുക്കാൻ ശ്രമിച്ചാൽ അതും എന്താണ്? പാപമാണ്. ബൈബിൾ പറയുന്നത്, വിശ്വാസം കൂടാതെ എല്ലാം പാപത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. വിശ്വാസം എന്ന് പറയുന്നതെല്ലാം എന്താണ്? അത് നീതിയുള്ളതാണ്. സ്വന്തം വിശ്വാസം കൂടാതെയുള്ള എല്ലാ പ്രവൃത്തിയും അത് പാപമാണ് ബൈബിൾ പറയുന്നു. വിശ്വാസം കൂടാതെ ആർക്കും ഒരിക്കലും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയത്തില്ലല്ലോ. ആരുള്ള വിശ്വാസം? ക്രിസ്തുവേശുള്ള വിശ്വാസത്താൽ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുമെന്ന് വ്യക്തമായിട്ട് നമുക്ക് ബൈബിൾ പഠിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നു. അപ്പോൾ ക്രിസ്തുവിനെ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ വളരെ അധികം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ക്രിസ്തു വിശ്വസിക്കുന്ന ഒരു വ്യക്തിയെ ദൈവം നീതീകരിക്കും. കാരണം ക്രിസ്തു നീതിമാനാണ്, ക്രിസ്തു
ദൈവം കൊടുത്ത പിതാവിന്റെ എല്ലാ കൽപ്പനകളും പ്രമാണിച്ച് പാപമില്ലാത്ത വ്യക്തിയായിരുന്നു. അവനിൽ പാപം ഇല്ല എന്ന് ബൈബിൾ പറയുന്നു. അവനെക്കുറിച്ച് എബ്രായ ലേഖനം 7-ാം അധ്യായം വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് ക്രിസ്തു അവൻ ശ്രേഷ്ഠ, ഇങ്ങനെയുള്ള മഹാപുരുഷനുണ്ട് നമുക്കുള്ളത്. നിർമ്മലൻ, പവിത്രൻ, അങ്ങനെ പല ക്വാളിറ്റികൾ പറയുന്നുണ്ട്. നിർമ്മലനാണ്, നിർദോഷ്യൻ, പവിത്രനാണ്. ഇങ്ങനെയുള്ള മഹാപുരുഷന് നമുക്ക് നല്ല ലഭിച്ചിരിക്കുന്നു പറയുന്നത്. അപ്പോൾ നമ്മൾ സ്വീകരിക്കുന്ന മഹാപുരുഷാരാണ്? നിർമ്മലനാണ്, പവിത്രനാണ്, അവന് പാവമില്ല. ആ ക്രിസ്തുവിനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ ക്രിസ്തുവിനെ ഞാൻ വിശ്വസിക്കുമ്പോൾ ആ ക്രിസ്തുവിന്റെ ആത്മാവിന്റെ എല്ലാ കാര്യങ്ങളും എന്നിലേക്ക് കടന്നു വരികയാണ്. അപ്പോൾ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നത് മൂലമാണ് മനുഷ്യൻ ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നത്. ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാൽ അല്ല. ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയിൽ നമ്മൾ ആശ്രയിക്കുകയാണെങ്കിൽ നമ്മളെല്ലാം ആരാണ്? ശാപഗ്രസ്തരാണ്. ന്യായപ്രമാണം പൂർത്തീകരിക്കാൻ മനുഷ്യന് കഴിയത്തില്ല. ന്യായപ്രമാണം പൂർത്തീകരിച്ച ഒരേ ഒരു വ്യക്തി കർത്താവായ യേശു ക്രിസ്തു. ആ ക്രിസ്തുവിനെ വിശ്വസിക്കുക, നിങ്ങൾ നീതിമാന്മാരായി തീരും. ക്രിസ്തുവിൽ വിശ്വസിച്ച വ്യക്തിയാണ് നീ എങ്കിൽ നീ ഒരു നീതിമാനാണ്. നീ പ്രയത്നഫലങ്ങളിലല്ല നിന്റെ പ്രയത്നഫലങ്ങളല്ല നിന്നെ നീതിരിക്കുന്നത്. ക്രിസ്തുവിന്റെ പ്രയത്നഫലം നാം ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ നമ്മിൽ വരുമ്പോൾ നമുക്കിതെല്ലാം ചെയ്യുവാൻ കർത്താവ് സഹായിക്കും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുക.